ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കോഡോ ക്വസ്റ്റ്യൻസോ ഒന്നല്ല ഷെയർ ചെയ്യുന്നത്. പലരുടെയും മനസ്സിലുള്ള കുറേ കാര്യങ്ങളാണ് ഞാൻ തംബ്നെയിലിൽ കൊടുത്തിരിക്കുന്നത്. നമ്മൾ UPSC കഴിഞ്ഞ് പലരും ഡിപ്രഷൻ അടിച്ചിരിക്കുന്നവരോ, ഇനി എന്ത് ചെയ്യണം, പഠിക്കണോ, ജോലി കിട്ടുമോ, അങ്ങനെ കുറേ കൺഫ്യൂഷനായിരിക്കുന്ന കുറേ ആളുകളാണുള്ളത്. പലരും നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പഠിച്ചു തുടങ്ങിയവർ, അല്ലെങ്കിൽ കഴിഞ്ഞ ഓഗസ്റ്റ് നവംബർ മാസം മുതൽ പഠിച്ചു തുടങ്ങിയവരാണ് പലരും. 2020 LP-UP എക്സാമിന് ശേഷം ഈ നവംബർ ഓഗസ്റ്റ് ആ മാസത്തിലാണ് നമ്മൾ വീണ്ടും ബുക്ക് തൊടുന്നത്. അപ്പോൾ എന്നിട്ട് നമ്മൾ ടെൻഷൻ, നമ്മൾ കട്ട് ഓഫ് എത്തിയില്ല, അല്ലെങ്കിൽ പഠിക്കാൻ പറ്റിയില്ല, റിവിഷൻ ചെയ്യാൻ പറ്റിയില്ല, അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിൽ കൂടെ കടന്നു പോയത്. നമ്മുടെ കൂടെയുള്ള പലർക്കും 70, 80 ആ റേഞ്ചിൽ മാർക്കുണ്ട്. അവരെങ്ങനെ പഠിച്ചെടുത്തു എന്നുള്ളൊരു സംശയം കൂടി നമ്മുടെ മനസ്സിലുണ്ട്. അതിലധിക പേരും 6 മാസത്തെ ഒരു പഠനം കൊണ്ട് മാത്രമായിരിക്കില്ല നല്ലൊരു മാർക്കിലെത്താൻ സാധിച്ചത്. അതിൽ ഭൂരിഭാഗം ആളുകളും കഴിഞ്ഞ UPSC എക്സാം മുതൽ, അതായത് 2020 LP-UP എക്സാം മുതൽ പല എക്സാമുകൾക്ക് വേണ്ടി പഠിക്കുന്നവരായിരിക്കും. LDക്കായാലും മറ്റ് എക്സാമുകൾക്കായാലും പഠിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും. അവർ ആ കണക്ഷൻ വിടാതെ ഇതുവരെ എത്തിച്ചു എന്നുള്ളതിലാണ് അവരുടെ കഴിവ്. നമ്മൾ പലരും അന്ന് പഠിച്ചു, ബുക്ക് അടച്ചു വെച്ചു, ഈ എക്സാം വന്നപ്പോൾ വീണ്ടും ബുക്ക് തുറന്നു എന്നുള്ളൊരവസ്ഥയാണ്. ഇനി ഒരിക്കലും അടുത്ത LP-UP എക്സാമിന് അത്തരത്തിലൊരവസ്ഥ ഉണ്ടാവരുതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. പലരുടെയും ഒരു ഡൗട്ടാണ്, ഇനി അടുത്ത LP-UP എക്സാമിന് നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിച്ചാൽ മതിയോ, അല്ലെങ്കിൽ HSIക്ക് മാത്രം നോക്കിയാൽ മതിയോ എന്നൊക്കെ ഉള്ളത്. നമ്മുടെ മുന്നിൽ ഏതൊക്കെ എക്സാം വരുന്നോ അതിനു വേണ്ടി എല്ലാം നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കണം. പലരും LDC എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യുക പോലും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. ഇനി നമ്മൾ അടുത്തതായിട്ട് എന്ത് ചെയ്യണം എന്ന് നോക്കാം. പലരും LDC എക്സാമിന് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാം. നമ്മൾ UPSC കഷ്ടപ്പെട്ട് പഠിച്ച കുറേ കാര്യങ്ങളുണ്ട്. സെയിം സിലബസ് തന്നെയാണ് LDCക്ക് പലതും. ഇതിൽ എക്സ്ട്രാ ടോപ്പിക്സ് ഉണ്ടെങ്കിലും ഇതിൽ വരുന്ന കാര്യങ്ങൾ നമ്മൾ രാവും പകലും ഇരുന്ന് പഠിച്ചതാണ്. അപ്പോൾ ആ കാര്യങ്ങൾ റിവൈസ് ചെയ്യുക. നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ്. ഇനി LDCയിലുള്ള ന്യൂ ടോപ്പിക്കുകൾ ഏതാണെന്ന് നോക്കിയിട്ട് സിലബസ് വെച്ച് നോക്കിയിട്ട് അതെടുത്ത് പഠിക്കുക. അപ്പോൾ ആദ്യം വേണ്ടത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കുക. കൂട്ടത്തിൽ LDCക്ക് വരുന്ന ടോപ്പിക്കുകൾ, പുതിയ ടോപ്പിക്കുകൾ പഠിക്കുകയും ചെയ്യുക. റിവൈസ് ചെയ്ത് പഠിക്കുന്ന ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു മാർഗ്ഗമാണ് നമ്മൾ മോക്ക് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളത്. ഓരോ സബ്ജക്റ്റിൻ്റെയും മോക്ക് ടെസ്റ്റ് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുക. പിന്നെ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, ഈ 3 ഏരിയയും നമ്മൾ ഡെയിലി നോക്കുക. എനിക്കൊക്കെ മാത്സാണ് കുറച്ചൊരു ടഫായിട്ടുള്ളൊരു ഏരിയ. അപ്പോൾ നമുക്ക് ഏതാണോ നമുക്ക് വീക്ക് പോയിൻ്റ് അത് കണ്ടുപിടിച്ച് നന്നായിട്ട് പഠിക്കുക. ഇനി അടുത്തത് വരുന്നത് HSI എക്സാമാണ്. ഇപ്പം തന്നെ പലരും പ്രിപ്പറേഷനൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും. ഇനി അടുത്ത ഡൗട്ട് HSIക്ക് നിയമനം നടക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് നമ്മൾ ബോധർ ചെയ്യേണ്ട ഒരു ആവശ്യം ശരിക്കില്ല. കാരണം നല്ല റാങ്ക് ആണെങ്കിൽ ആർക്കാണെങ്കിലും നിയമനം കിട്ടും. ഏത് എക്സാമാണോ നമ്മുടെ മുന്നിലേക്ക് വരുന്നത് അതിനുവേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം. കഴിഞ്ഞ UPSC എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത പലർക്കും മനസ്സിലാവും നമ്മൾ എത്രത്തോളം സ്ട്രഗിൾ ചെയ്താണ് പഠിച്ചതെന്നുള്ളത്. ഞാൻ വീട്ടമ്മമാരെ കാര്യമാണ് പറയുന്നത്. കാരണം അവരെ സംബന്ധിച്ച് വീട്ടിൽ ഹസ്ബൻഡിന് എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ പഠനം മുടങ്ങും. നമുക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ, നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ, പല കാര്യങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ഒരു കൃത്യമായിട്ടുള്ളൊരു പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇപ്പം പഠനം നിർത്തി അടുത്ത LP-UP എക്സാമിന് വേണ്ടി പഠിച്ചു തുടങ്ങാമെന്നുള്ളൊരു തീരുമാനമൊക്കെ എടുത്തവർ ഒന്നും കൂടി ചിന്തിക്കുക. കാരണം നമുക്ക് പറ്റില്ല ഇത്രയും പെട്ടെന്ന് ഇത്രയും സിലബസ് പഠിച്ച് തീർക്കുക എന്നുള്ളത്. അപ്പോൾ നിങ്ങളെ കയ്യിലുള്ള കാര്യങ്ങൾ നന്നായിട്ട് റിവൈസ് ചെയ്ത് ആ സബ്ജക്റ്റുമായിട്ടുള്ള കണക്ഷൻ വിടാതെ കൊണ്ടുപോകുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ കാര്യം. ഒരുപാട് നേരം ഇരുന്ന് പഠിക്കുന്നതിലോ നമുക്ക് സ്മാർട്ടായിട്ട് എങ്ങനെ പഠിച്ചെടുക്കുക എന്നുള്ള കാര്യങ്ങൾ ചിന്തിക്കുക. പലരും കോഡ് വെച്ച് പഠിക്കുന്നവരുണ്ട്, പല ട്രിക്കുകൾ വെച്ച് പഠിക്കുന്നവരുണ്ട്. ചിലപ്പോൾ നമ്മൾ ഫ്രണ്ട്സൊക്കെ ഒരുപാട് നേരം പഠിക്കുന്നുണ്ട്, ഇത്ര മണിക്കൂർ ഞങ്ങൾ പഠിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ അത്രത്തോളം പഠിക്കുന്നില്ലല്ലോ എന്നുള്ള ടെൻഷനൊക്കെ വരും. അപ്പോൾ അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. കാരണം നമ്മൾ എത്ര നേരം അല്ലെങ്കിൽ എത്ര മണിക്കൂർ പഠിക്കുന്നുണ്ട് എന്നുള്ളതല്ല, അത് എത്രത്തോളം സ്മാർട്ടായിട്ട് പഠിക്കുന്നുണ്ട് എന്നുള്ളതിലാണ് കാര്യം. നമ്മൾ മൻസൂർ അലി സാറെ ക്ലാസ്സിലൊക്കെ ഇരുന്ന പലർക്കും മനസ്സിലാവും, സാറിന് എല്ലാ കാര്യത്തിനും ചെറിയ ചെറിയ കോഡുകളാണ്. അതായത് സാറ് എങ്ങനെയെങ്കിലും അതൊരു കണക്ഷൻ തരും. നമുക്ക് പലപ്പോഴും അത് നമ്മുടെ മനസ്സിൽ സാറ് പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ സാധിക്കാറുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് LDC റിവിഷൻ ചെയ്ത് തുടങ്ങാം.
2-3 മാസങ്ങളെ നമ്മുടെ മുന്നിലുള്ളൂ. ഇതുവരെ പഠിച്ച കാര്യങ്ങൾ, അതായത് UPSC ഒക്കെ പഠിച്ച കാര്യങ്ങൾ മോക്ക് ടെസ്റ്റ് രൂപേണ ഞാൻ എൻ്റെ ഈ ചാനലിൽ വീഡിയോസ് ഇടുന്നതായിരിക്കും. പറ്റാവുന്നവരൊക്കെ വീഡിയോസ് കാണുക. നമുക്ക് മോക്ക് ടെസ്റ്റൊക്കെ ഇപ്പോൾ പല സോഴ്സിൽ നിന്നും കിട്ടുന്നതാണ്. അതൊക്കെ നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഡിപ്രഷനൊന്നും അടിച്ചിരിക്കാതെ ഏറ്റവും സ്മാർട്ടായിട്ട് LDCക്ക് വേണ്ടി നമുക്ക് റിവിഷൻ ചെയ്ത് തുടങ്ങാം. ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ, ഇത് നമ്മുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ ഒരു സംശയം എല്ലാവരിലും നിൽക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്യണം, പഠനം നിർത്തണോ വേണ്ടേ എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇതൊരു വീഡിയോ ആയി ചെയ്തത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻസിലൂടെ അറിയിക്കുക. അത് ചിലപ്പോൾ ഈ വീഡിയോ കാണുന്ന പലർക്കും ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. കാരണം ഇതേപോലെ ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട്. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് കുറച്ചും കൂടി സബ്സ്ക്രൈബേഴ്സ് ആയാൽ ഞാൻ ടോപ്പിക്ക് ടെലിഗ്രാം ഗ്രൂപ്പിൽ പറയും. അതിനുള്ള ക്വസ്റ്റ്യൻസ് ഈ ചാനലിൽ ഇടുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.